ഈ ഗ്യാസ് കുറ്റി ഏറ്റവും കൂടുതൽ സമയം പൊക്കി പിടിച്ചിരിക്കണവർക്ക് ഒരു ഗ്യാസ് കുറ്റി വാങ്ങാനുള്ള ക്യാഷ് കൊടുക്കും. എന്റെ ചാനൽ ആരെങ്കിലും ഫോളോ ചെയ്യണ്ട, അങ്ങനെയാണെങ്കിൽ കുറഞ്ഞ വെയിറ്റ് ഉണ്ടാരാ. ഇല്ലേ ഇല്ലേ എല്ലാ ഗ്യാസ് കുറ്റി നമുക്ക് ഒരേ വെയിറ്റിന് കിട്ടൂല്ലോ. ഒരു 500 ഗ്രാമിന്റെ ഒക്കെ വ്യത്യാസം പലതും തമ്മിലുണ്ടാവും. അതുകൊണ്ട് നമ്മളൊന്ന് എണ്ണിപ്പം കിട്ടാണ് ഗ്യാസ് കുറ്റി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത്. ഓരോരുത്തരുടെ ഗ്യാസ് കുറ്റിയുടെ മാത്രം വെയിറ്റ് ഞാൻ എഴുതി കാണിച്ചേക്കാട്ടെ സെപ്പറേറ്റ്. ഓക്കെ, ഹോൾഡ് ചെയ്തോ. ഓക്കെ, സ്റ്റാർട്ട്. നമ്മുടെ ചാനൽ യൂട്യൂബിൽ 50,000 ഫോളോവേഴ്സ് അതിന്റെ ഭാഗമായിട്ട് നടത്തുന്ന ഒരു ചലഞ്ചാണിത്. നമ്മുടെ ചാനൽ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് കുക്കിങ്ങും പിന്നെ ജെനുവിൻ ഫുഡ് റിവ്യൂസും ആണ്. 38 സെക്കൻഡ് ആയുള്ളൂ തുടങ്ങിയിട്ട്. എങ്ങനെ കുഴപ്പമില്ല, അടിപൊളി. ഇവിടെ എന്താ പറയാ, ഇവിടെ കൊള്ളാം, സിമ്പിളാണ്. നിങ്ങൾ ഗ്യാസ് കുറ്റി പൊക്കിയിട്ടുള്ളവരാണെങ്കിൽ ഇവർ എത്ര പോകുന്നൊന്ന് വൈൽഡ് ഗസ് നടത്തി പോയിക്കോട്ടെ, എന്നിട്ട് വീഡിയോ കണ്ടോ. 1 മിനിറ്റ് 15 സെക്കൻഡ് ആയിട്ടുണ്ട്. കണ്ട, ഇവരൊന്ന് വിറയ്ക്കണ പോലും ഇല്ല അല്ലേ. 2 മിനിറ്റ് 20 സെക്കൻഡ്. ചേട്ടൻ ഏറ്റവും കൂടുതൽ വെയിറ്റ് കിട്ടിയ ചേട്ടനാണ്, പക്ഷെ കുഴപ്പമില്ല. 2 മിനിറ്റ് 37 സെക്കൻഡ് ആയി. പറ്റും, ഞാൻ ഇന്നും കൂടി ഒരു അരമണിക്കൂർ നിന്നതാണ്. അപ്പൊ ഇവർക്ക് എന്തായാലും പറ്റും. ഈ വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ട് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കി. 15.4 kg ആണ് ഞാൻ എടുത്തത്. ഞാനൊരു 2.20 മിനിറ്റ് വരെയാണ് നിന്നത്. പക്ഷെ അവൻ അതിൽ കൂടുതൽ നിന്നിട്ട് അവൻ എന്തോരം നിന്ന് ഞാൻ ലാസ്റ്റ് പറയാം. പിള്ളേർക്ക് ഒരു മോട്ടിവേഷൻ ട്രെയിനറിനെ പിടിച്ചെടുത്തപ്പാ. ഇവര് പ്രോസിറ്റ് ജിമ്മിലുള്ളതാണ്. അപ്പൊ ട്രെയിനറിനെ പിടിച്ച് വെറുതെ ഒരു മോട്ടിവേഷൻ എടുത്താണ്. നോക്കിക്കോ, വെറുതെ ഇവര് ജയിച്ചാലും സമ്മാനമൊന്നുമില്ല, വെറുതെ ഒരു ഭംഗിക്ക് കോറം തേക്കാൻ വേണ്ടി പിടിച്ചെടുത്തേക്കാനാണ്. ഓ 3:17 വെച്ച്. ആൾക്ക് വലിയ ക്ഷീണമൊന്നും കണ്ടില്ല. അതുകൊണ്ട് നമ്മളൊരു ഓഫറും കൂടി കൊടുത്തിട്ട് മാക്സിമം ആളെ കൊണ്ട് എത്ര പറ്റും എന്ന് നോക്കാന്ന് വിചാരിച്ചു. ഒരു പണി ചെയ്താലാ, എക്സ്ട്രാ പോണ ഓരോ മിനിറ്റിനും പൈസ കൊടുത്താലാ. ഓക്കെ, ഇവനിപ്പോ ഫസ്റ്റ് ആയിട്ടുണ്ട്. ഇപ്പൊ 3:30 പുള്ളി ഫസ്റ്റ് ആയത്. ഓരോ 30 സെക്കൻഡിനും പുള്ളിക്ക് ഒരു 100 രൂപ വെച്ച് എക്സ്ട്രാ വരും. ആള് നിലത്ത് വെക്കാമെന്ന് വിചാരിച്ചിരുന്നതാണ്. അപ്പോഴാണ് നമ്മളിങ്ങനെ ഓഫർ കൊടുക്കുന്നത്. അല്ല, നീ അവിടെ നിന്ന് പ്രൈസ് ഇല്ല, എന്നാലും നിന്നോ. 4 മിനിറ്റ് ആയപ്പോ 1100 ആയിട്ടോ പ്രൈസ്. ഓരോ 30 സെക്കൻഡ് 100. വയ്യാണ്ടായാ? കുഴപ്പമില്ലേ? 4.5 മിനിറ്റ് ആയി. എത്ര മിനിറ്റ് പോകാൻ പറ്റും? 5 മിനിറ്റ് ആവണ്. അങ്ങനെ മുടിപ്പിക്കോ? നീ എവിടേക്ക്? ആ ഒരു ഭംഗി അഴകാണത്. എന്താ പണി എന്താണ്? ഇലക്ട്രിക്കല്. ഇത് എത്ര നേരം പോകുന്നതാണ് തോന്നണം മാക്സിമം? കൈ വരച്ചു തുടങ്ങിയിട്ടുണ്ട്. കുഴപ്പമില്ല. 6 മിനിറ്റ് ആയി. നിനക്ക് പറ്റും. നിനക്ക് എന്താ പറയാള്? വെറുതെ പോയല്ലേ. നിർത്തണ്ട. ഇവൻ തോറ്റാലും നീ ഇങ്ങനെ നിക്കണം. മാക്സിമം നിനക്ക് എത്ര പറ്റും നോക്കണം. കൈ വരക്കണുണ്ട്. 7 മിനിറ്റ് ആയി. ഓ, ട്രെയിനർ നിർത്തി. 7.5 മിനിറ്റ് ആയി. ഓ, കൂടാ 7:53. 8 പറ്റിയില്ല, കുഴപ്പമില്ല. എന്നാലും 7:53 പുള്ളി നിർത്തിയത്. എന്റെ മോനെ, ഒരു മിനിറ്റ് കൂടി കഴിഞ്ഞിരുന്നെങ്കിൽ എന്റെ റെക്കോർഡ് പിടിച്ചാല്. എല്ലാരും നല്ല കോമ്പറ്റീഷൻ ആയിരുന്നു. അത്യാവശ്യം ടഫ് പരിപാടിയാണ്. ഞാൻ 10 മിനിറ്റ് വെറുതെ പറഞ്ഞാണ്. ചേട്ടൻ ഒരു 2 മിനിറ്റോളം നിന്ന് ഒരു 3:30 വരെ നിന്ന്. ആള് പക്ഷേ ഞെട്ടിച്ച് ഒരു 8 മിനിറ്റ് അടുത്ത് വന്ന്. 8 മിനിറ്റിന് ഒരു 3 സെക്കൻഡ് മുന്നെയാണ് പുള്ളി നിർത്തിയത്. അപ്പൊ അത്യാവശ്യം കിട്ടിയ കോമ്പറ്റീഷൻ ആയിരുന്നു. അപ്പൊ ആൾക്ക് 1800 ആണ്. 1000 പറഞ്ഞ പ്രൈസും 800. നമ്മള് ഓരോ 30 സെക്കൻഡ് 100 പറഞ്ഞപ്പോ അങ്ങനെ വന്ന 800. അങ്ങനെ 1800. ഇതുപോലത്തെ പരിപാടിയൊക്കെ ആയിട്ട് വീണ്ടും വരാം. അപ്പൊ ചാനലൊന്ന് ഫോളോ ചെയ്ത് വെച്ചോ. എന്റെ ചാനലിന്റെ പേര് ഫീസ്റ്റ് ഫ്ലിക്സ് കേരള എന്നാണ്. ഒന്ന് പറഞ്ഞേ. ഫീസ്റ്റ് ഫ്ലിക്സ്. ഓക്കെ, കറക്റ്റ്. ഇതും കഴിഞ്ഞ് ഞാൻ മോളിൽ കയറിയപ്പോ ആ ചേട്ടൻ അവിടെ നീ സംഭവം ചെയ്യണം. എന്തിന്റെ കുഞ്ഞാണോ എന്തോ. പിന്നെ ഞങ്ങൾ രണ്ടുപേരും ഇത് കഴിഞ്ഞ് പോയി നിന്ന് നോക്കിയെന്ന് പറഞ്ഞല്ല. അപ്പൊ ഇവൻ എനിക്കൊരു കമ്പനിക്ക് വേണ്ടി നിന്നതാണ്. അവനെടുത്ത് പൊക്കിയത് 15.8 കിലോനാണ്. അത് ആ ചേട്ടൻ എടുത്ത അത്രയും സെയിം വെയിറ്റ്.
ഒരാള് ഗ്യാസ് പൊക്കല് കഴിഞ്ഞിട്ട് ഗ്യാസ് ഫില്ലിങ് തുടങ്ങി. അപ്പൊ വാശിക്ക് വന്നാനെ ഏതാ പറഞ്ഞ വള്ളംകളി എക്സ് വള്ളംകളിയാണല്ലോ. പിന്നെ കാശ് ഈ 2 മിനിറ്റ് അല്ലട്ടെ ശരിക്കും എനിക്ക് പറ്റണത്. ഞാൻ പിന്നെ വെറുതെ കൈയാളേണ്ടെന്ന് ഓർത്ത് 2 മിനിറ്റ് ആയപ്പോ നിർത്തിയെന്നു. ശരിക്കും എങ്ങനെയാണ് വേദന? എപ്പോ വേദന തുടങ്ങിയത്? 7 മിനിറ്റ് നിനക്ക് എത്ര മിനിറ്റ്? ഞാൻ പിടിക്കാത്ത അറിയോ, സ്റ്റോറേജ് കുറവാണ്. 15 GB സ്റ്റോറേജ് വേണ്ടി വരും ഒരു ദിവസം ഫുൾ ഡേക്ക് എടുക്കുമ്പോ. അങ്ങനെ ഞാൻ കാണിക്കില്ല കേട്ടോ, ഇടയിൽ കൂടി പോകും ചിലപ്പോ. വേണ്ട, റിസ്ക് വെക്കണ്ട. വെട്ടിച്ച് 8 മിനിറ്റ്. അപ്പൊ ഒരു മസാല വെച്ചെങ്കിലും മേടിച്ചോട്ടെ എനിക്ക് മുത്തുവനും. അല്ല ഞാൻ ഉണ്ടല്ലോ കൊറേ നേരമായിട്ട് മുത്ത് 8 മിനിറ്റ് ഗ്യാസും പിടിച്ചിട്ട് പോയി, ഞാൻ 8 മിനിറ്റ് ഫോൺ പിടിച്ചിട്ട് 9 മൂക്കിന്ന് ചോര നല്ല നിർത്തി. ഇപ്പൊ പണ്ട് ബോഡി നല്ല ഫിറ്റ് ആയിരുന്നു. അപ്പൊ ഇപ്പൊ ഇത്തിരി കുടവേറൊക്കെ ആയപ്പോ ഞങ്ങൾ കളിയാക്കി നിനക്കൊന്നും പറ്റൂല എന്നൊക്കെ പറഞ്ഞപ്പോ ഒരു വാശിപ്പുറത്ത് ആള് ചെയ്തതാണ്. ചേട്ടൻ ഓൾറെഡി കോമ്പറ്റീഷനിൽ വിൻ ചെയ്ത് നിന്നുകൊണ്ട് മാക്സിമം എത്ര പോകുന്നു നോക്കിയതാണ്. അപ്പൊ അതുകൊണ്ട് ആളെ ഇപ്പം ബീറ്റ് ചെയ്തെന്ന് പറയാൻ പറ്റൂല. അതറിയണമെന്നുണ്ടെങ്കിൽ ഇവര് തമ്മിൽ കോമ്പറ്റീഷൻ നടത്തിയാലേ അറിയാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് എത്ര പറ്റുന്നതാണ് നിങ്ങൾക്ക് തോന്നണം? നമുക്ക് വേണമെങ്കിൽ ഇതിന്റെ ഒരു പാർട്ട് 2 നടത്താട്ടാ. ഇൻട്രസ്റ്റ് ഉള്ള ഒരു കമന്റ് ചെയ്തോ. എവിടെ അതൊന്നും ചെയ്തില്ല, പിന്നെ അങ്ങനെയൊക്കെ ഇരിക്കും. മൊത്തം എന്താ പറയാനുള്ളത്? ടഫാണ് സംഭവം. നമ്മളൊരു വാശിക്ക് വേണ്ടി ചെയ്തു. ഇത്തിരി വാശി കൂടുതലാണ്. ബാക്കി ഇവന്റെ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം.